Hello everyone. Today we are going to talk about the variety topics of latest works. Okay. അപ്പോൾ അതിൽ വരുന്ന വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്താ പറയുക പഴയ വർക്ക്സ് എടുക്കണം അല്ലെങ്കിൽ പഴയ വർക്ക്സിനോടുള്ള താല്പര്യമൊക്കെ കുറേ പേർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രൊജക്റ്റ് യുണീക്ക് ആയിരിക്കണം എന്നാൽ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി വർക്ക്സ് ആയിരിക്കണം അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു വെറൈറ്റി തിയറി വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു 10ഓളം വർക്ക്സാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് വർക്കാണ് റിച്ചാർഡ് പവേഴ്സിൻ്റെ ദ ഓവർ സ്റ്റോറി എന്നുള്ളത്. അതിൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്കോ ക്രിറ്റിസിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൽക്ക ജോഷിയുടെ ദ ഹെന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന 2020 വർക്കാണ്. അതിൽ നമുക്ക് ജെൻഡർ സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്യാം. ലിസാക്കോ എന്ന് പറയുന്ന ആളുടെ ദ ലീവേഴ്സ് എന്ന് പറയുന്ന 2017 വർക്കാണ്. അതിൽ മൈഗ്രേഷനും അതേപോലെ ഐഡന്റിറ്റി ക്രൈസിസും നമുക്ക് ഈ രണ്ട് തിയറി നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓഷ്യൻ വ്യോങ്ങിന്റെ ഓൺ എർത്ത് വി ആർ ബ്രീഫ്ലി ജോർജിയസ് 2019 വർക്കാണ്. അതിൽ നമുക്ക് ട്രോമയും അതേപോലെ തന്നെ മെമ്മറി എന്ന് പറയുന്ന തിയറിയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാര ആൻഡ് ദി സൺ എന്ന് പറയുന്ന കസുവോ ഇഷിഗിറോന്റെ 2021 വർക്കാണ് ക്ലാര ആൻഡ് ദി സൺ എന്നുള്ളത്. അതിൽ ഫെമിനിസം അതേപോലെ ടെക്നോളജി ഈ രണ്ട് തിയറീസ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സ്ക്വിസോ നെഗമാസ്റ്റു, ഐ ഡോണ്ട് നോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് പേഴ്സൺ. അപ്പോൾ എന്താണ് അവരുടെ വർക്കാണ് ഹൗ ഹൈ വി ഗോ ഇൻ ദി ഡാർക്ക് 2022 വർക്കാണ്. അതിൽ പാൻഡമിക് ലിറ്ററേച്ചർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് കൾച്ചറൽ മെറ്റീരിയലിസം എക്കോ ക്രിറ്റിസിസം അങ്ങനെയുള്ള തിയറീസും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മീന കണ്ടസ്വാമിയുടെ എക്സ്ക്യൂസൈറ്റ് കാൻഡവേഴ്സ് എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. അതിൽ കാസ്റ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെമിനിസം ഓ മാർക്സിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ വിയറ്റാൻ ഗ്വൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് റൈറ്റർ ആണ്. അപ്പോൾ അയാളുടെ ദ കമ്മിറ്റഡ് എന്ന് പറയുന്ന 2021 വർക്കാണ്. അതിൽ വാർ ആൻഡ് റെഫ്യൂജി എക്സ്പീരിയൻസ് അതിൽ നമുക്ക് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ട്രോമയൊക്കെ പറ്റൂട്ടോ, വാർ ട്രോമയൊക്കെ ഉണ്ട്. പിന്നെ ലോറിയൻ ഓയിലർ എന്ന് പറയുന്ന ആളുടെ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന 2021 വർക്കാണ്. അതിൽ പോസ്റ്റ് മോഡേണിസം, മീഡിയ സ്റ്റഡീസ്, ഡിജിറ്റൽ ഏജ്, ഐഡന്റിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തിയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചാർലോട്ട് മെക്കാങ്കിയുടെ വൺസ് ദ വേർ വോൾവ്സ് എന്ന് പറയുന്ന വർക്കിൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും 10ഓളം വർക്ക്സ് ആണ് വെറൈറ്റി ആയിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറീസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടുള്ള തിയറിയോ ഇഷ്ടപ്പെട്ടുള്ള വർക്ക്സോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനേക്കാൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് വീഡിയോസ്, ടൈപ്പ് നോവൽസ്, ഫിക്ഷൻസ്, ഡ്രാമാസ്, ഫിലിംസ് അങ്ങനെയുള്ള ഇതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ്. നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പേഴ്സണൽ ഗൈഡൻസോ ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.